കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. ആൻഡ് ഈ പേര് കേൾക്കുമ്പോൾ പലരും ചോദിക്കും ഓക്കെ കോമഡി ഫിലിമാണോ, പിന്നെ പലവരും അതിന്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ട് എന്റെ പോസ്റ്റർ കണ്ടിട്ട് ചോദിച്ചു ഹൊറർ ഫിലിമാണോ. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് പറയാൻ എൻ്റെ അടുത്ത് ആദ്യം വന്നത് അതിന്റെ ഡയറക്ടർ സൂരജേട്ടൻ, പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആനന്ദേട്ടൻ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി ഇവര് ത്രില്ലറാന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ തീർന്നേ, രാവിലെ വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് ത്രില്ലറാണ്, അപ്പൊ അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പൊ ഇത് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ആക്ച്വലി പോയിരുന്നത്. സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ ഐ വാസ് ലൈക്ക് ഞാൻ ഈ ഫിലിം ചെയ്യും. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിയാട്രിസിന്റെ. പല ഇമോഷൻസ് വരുന്നുണ്ട് എനിക്ക്, പല സ്റ്റേജ് ആയിട്ട് പല ഇമോഷൻസ് എനിക്ക് ഈ സിനിമയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതും ഇതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇതിൽ ഫൈറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനിന്റെ കാര്യം ആ കഥ പറയുമ്പോൾ തന്നെ സാനിക്ക് ഫൈറ്റ് സീൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് എല്ലാവരും പോലെ എനിക്കുള്ള ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഡൂപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. 4 ദിവസത്തേക്കായിരുന്നു ഫൈറ്റ് സീൻ പറഞ്ഞിരുന്നത്. അതില് ആദ്യത്തെ ദിവസമായപ്പോ തന്നെ ഐ വാസ് ലൈക്ക് ഞാൻ കാണിച്ചത് വലിയ മണ്ടത്തരാണ്. അതായത് ഒരു കാട്ടിന്റെ ഉള്ളിൽ ചെളിയിലും അറിയ സിമെന്റിൽ കൊണ്ട് എന്റെ തല ഇങ്ങനെയാണ് ഫുൾ കാര്യങ്ങള്. അപ്പൊ ഞാൻ ഇത്ര നമ്മൾ ഫിലിമിൽ കാണുമ്പോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു കഴിയുന്നു, ഇത് പക്ഷെ ഓരോ ആംഗിളും ചെയ്യുമ്പോൾ അഗൈൻ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഈ ചെളിയിലൊക്കെ കിടന്ന് മറിയണം. അത് ഞാൻ ചോദിച്ചു ആ കുട്ടിയെ നിങ്ങള് ലൂപ്പിനും തിരിച്ച് പറഞ്ഞു വിട്ടുമെന്ന്, ഓരോന്ന് പറഞ്ഞു വിട്ടുമെന്ന്. സെക്കൻഡ് ഡേ വിജിലേഷ് ഏട്ടൻ എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോ നേരെ വന്ന് ഇടിച്ചത് എന്റെ ചുണ്ടിലാണ്. പിന്നെ എനിക്ക് ഞാൻ ഒരു 2-5 സെക്കൻഡ്സ് എന്റെ അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു മിറർ കൊണ്ട് എന്തോ എനിക്ക് പെയിൻ ആവുന്നുണ്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോ ബൾബ് പോലെ എന്റെ ചുണ്ട് ഇങ്ങനെ ലിറ്ററലി എന്റെ ചുണ്ട് എനിക്ക് ഇങ്ങനെ കാണാം, എനിക്കിങ്ങനെ വീണെടുക്കുന്നത്. എനിക്ക് അവരാരും കുറ്റം പറയാനും പറ്റില്ല, ബിക്കോസ് ഞാൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോ നമുക്ക് രാത്രി മഴ സെറ്റ് ചെയ്തു, റെയിൻ സെറ്റ് ചെയ്തു. അപ്പോ എന്തോ ബാലൻസ് തെറ്റി നമ്മളൊരു വീഴുന്നൊരു പോർഷൻ ഉണ്ട്. നേരെ ചെന്ന് അതിലും എൻ്റെ അടുത്ത് പറഞ്ഞു അതെന്തായാലും നമുക്ക് ഡൂപ്പ് വെച്ച് തന്നെ ചെയ്യാമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. അതും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. നേരെ ചെന്ന് എൻ്റെ കൈ ചെന്ന് ഒരു സൈഡിൽ ഇടിച്ചു, എൻ്റെ കൈ ഫ്രാക്ചറായി. എനിക്കിപ്പോ ഓർമ്മയുണ്ട് വിഷ്ണു ചേട്ടൻ ആക്ച്വലി സീൻ അഭിനയിക്കുകയാണ്, ഞാൻ താഴത്തേക്ക് പോയി. പക്ഷെ സത്യം പറഞ്ഞത് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. വിഷ്ണു അഭിനയിക്കുമായിരുന്നു, ബാക്കിൽ നിന്ന് എല്ലാരും ഓടി വരുന്നു. എന്നെ പൊക്കി എടുത്തൊരു ചെയറിൽ മറ്റേ നമ്മളെ പൊക്കി രാജാക്കന്മാരെയൊക്കെ പൊക്കില്ല, അതുപോലെ തന്നെ ആ ചെയറിൽ പൊക്കി അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ ഒച്ചണ്ടെങ്കിൽ എന്നെ താഴെ നിർത്ത്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് സ്പ്രേ അടിക്കുന്നു, സ്പ്രേ ഞാൻ ഇങ്ങനെ എന്റെ കണ്ണിലേക്ക് സ്പ്രേ അടിക്കുന്നു. എന്തൊക്കെയാ അവിടെ സംഭവിച്ചു, എല്ലാവരും ആകെ പാനിക്കായി. ഞാൻ ഓരോ സീൻ ചെയ്യുമ്പോൾ ഞാൻ പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ നോക്കാറില്ല. എപ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് സൂരജേട്ടന്റെ മുഖം. സൂരജേട്ടന്റെ മുഖം ഹാപ്പിയാണ് ആ സീനിൽ, സൂരജേട്ടൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അതുപോലെ നമ്മുടെ ജിത്തു സർ, നമ്മുടെ DOP സാറും കുറെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രെയിംസ് ഒക്കെ വരുമ്പോ സാനി ഇങ്ങനെ നിൽക്കണം, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാനിയുടെ ഫുൾ ഇമോഷൻ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ ഫ്രെയിമിൽ വരില്ല, അങ്ങനെ രീതിയിൽ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആരതി ചേച്ചി, പിന്നെ നമ്മളുടെ ക്യാമറ അസിസ്റ്റൻസ് അപ്പു, ഷെൻഡോ. പിന്നെ ഈ സിനിമയിൽ ക്യാരക്ടറായിട്ട് വരുന്നത് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ പഴയ പ്രൊഡ്യൂസറാണ്, ഇപ്പോഴും സന്തോഷേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമിൽ. പക്ഷെ ഇത്രയും വർഷം സന്തോഷേട്ടൻ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും സന്തോഷേട്ടൻ അഭിനയിക്കുന്ന ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല. ഈ സിനിമയില് ഐ സ്വെയർ സന്തോഷേട്ടൻ്റെ ആദ്യത്തെ സിനിമയാന്ന് പറയാൻ. ഇപ്പൊ സന്തോഷേട്ടനെ പൊക്കി പറയാൻ അങ്ങനെ ഒന്നുമല്ല, ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഈ സിനിമയിലെ കാസ്റ്റിംഗ് എനിക്ക് ഞാൻ സൂചന പറഞ്ഞ പെർഫെക്റ്റ്. ഇപ്പൊ ഞാനാവട്ടെ വിഷ്ണു ചേട്ടനാവട്ടെ ആ എഴുതി വെച്ചിരിക്കുന്ന അതേ കാസ്റ്റിംഗ് രീതിയിൽ തന്നെ സിനിമ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡ്യൂസർ നോവലേട്ടൻ ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര ഇതാണെങ്കിലും ഇത്രയും പാവപ്പെട്ട സ്നേഹമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ലേ. ഏത് സമയത്താണ് ഇപ്പൊ എനിക്ക് പരിക്ക് വന്നപ്പോ അവിടെ ഏറ്റവും അധികം ടെൻഷനായ സത്യം പറഞ്ഞ നോവലായിരുന്നു. റെസ്റ്റ് ചെയ്തിട്ട് മതി, അത് കഴിഞ്ഞിട്ട് മതി ഷൂട്ടും കാര്യങ്ങളും. മോളെ പോലെ ഭയങ്കര കെയറിങ് ആയിരുന്നു നോബലേട്ടൻ. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതില് ഇത്ര ഒരു സാധു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഫിലിം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതിലുള്ള സസ്പെൻസും കാര്യങ്ങളും, അതിൽ ആ ഒരു ബിയാട്രിസ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് നിങ്ങൾക്ക് കണ്ട്
നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ ഒരു സിനിമ. നല്ല രീതിയിൽ ഞാൻ പോർട്രേ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വിഷ്ണു ചേട്ടനും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സീ കേരളത്തിൽ April 11 ഫിലിം റിലീസ് ആവുന്നത്. എല്ലാവരും കാണും.